താജ്മഹലിന്റെ ബാക്കിൽ നമ്മൾ പോയിരുന്നു. നീ ഓർക്കണ്ടോ ആസിം? ഓർക്കുന്നുണ്ട്. കണ്ടത് ഈ വഴി കൂടെ നമ്മൾ നടന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഓർക്കണ്ടോ, അവിടെ നല്ല പൂന്തോട്ടവും പഴവർഗ്ഗങ്ങളുടെ ഒക്കെ ഒരു തോട്ടമായിരുന്നു. അതെ അതെ, നമ്മൾ അങ്ങോട്ട് കയറാൻ എങ്ങനെയെന്ന് നോക്കൊക്കെ ചെയ്തതാണല്ലോ. ഫ്രണ്ടിൽ തന്നെയുണ്ട്. ഇവിടെ കയറാനുള്ള ഫീസ് നീ ഓർക്കണ്ടോ? അതെ, ഇന്ത്യൻസിന് 15 രൂപ, ഫോറിനേഴ്സിന് 50 രൂപ. 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. ആ ഫ്രണ്ടിൽ കയറിയപ്പോൾ അങ്ങനെ തന്നെയായിരുന്നല്ലോ. അങ്ങനെ എന്തൊരു നല്ല വ്യൂ അല്ലേ. ആ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗം ആ ഗാർഡന്റെ ഏരിയയൊക്കെ ഒന്ന് കയറണമെന്നുണ്ടായിരുന്നു. നമുക്ക് സമയം കിട്ടില്ല. താജ്മഹൽ കാണാനുള്ള ഓട്ടത്തിലായിരുന്നു നമ്മൾ. നമ്മളൊരു വൈകുന്നേരം അല്ലേ ചെന്നൈ, അപ്പം ബാക്ക് സൈഡിൽ നിന്ന് പെട്ടെന്ന് കാണാൻ നല്ല വ്യൂ ആണ്. അപ്പം നമ്മൾ ഒരുപാട് ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് കാണാൻ വേണ്ടി ഓടിക്കൊണ്ട് നമ്മൾ കയറാണ്ട് പോയി. അതെ, പക്ഷേ ഒരു പുറമേ നിന്ന് തന്നെ നന്നായിട്ട് കണ്ടാൽ നമ്മൾ പോയി. നല്ല രസമുള്ള ഇതാണ് ഗാർഡൻ ആണെങ്കിലും. നമുക്ക് എന്തോ ഫ്രൂട്ട്സിന്റെ ഇത് നട്ടേക്കുന്ന പോലെ തോന്നും. നല്ല നല്ല ഇതായിരുന്നു. ഇതൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഏകദേശം ഉണ്ട്. പക്ഷെ കുറച്ച് ചപ്പ് ഈ കരിയിലൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലേ. അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മൾ താജ്മഹലിന്റെ ബാക്ക് വ്യൂവിന്റെ അവിടെ എത്തി. നമ്മൾ ടിക്കറ്റ് എടുക്കാനുള്ള ഭാഗത്താണ് നിൽക്കുന്നത്. നമ്മൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് പുള്ളിക്കാരന്. അതെ, താജ് വ്യൂ ഫ്രം ബാക്ക് സൈഡ്. നമ്മൾ ഏത് സൈഡിൽ നിന്ന് താജ്മഹൽ നോക്കിയാലും ഒരേപോലെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. 4 സൈഡ് ഒരേപോലെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ. ഇത് ഓൺലൈനായിട്ട് നമുക്ക് എടുക്കാം. ഇത് QR സ്കാൻ ചെയ്താൽ മതി. പക്ഷെ പൈസ അടച്ചിട്ട് നമുക്ക് എടുക്കാം. ഇവിടെ പൈസ അടച്ച് എടുക്കാനും അല്ലെങ്കിൽ ഓൺലൈൻ വഴി എടുക്കാനും. ഗൂഗിൾ പേ ഉള്ള സംവിധാനമൊന്നും നമ്മുടെ താജ്മഹലിന്റെ അവിടെ എടുക്കാനില്ല. പൊതുവെ ഡൽഹി സൈഡിൽ അങ്ങനെ ഒരു സംഭവം ഗൂഗിൾ പേ ഇല്ല, വർക്ക് ചെയ്യുന്നില്ല. ഗൂഗിൾ പേ വർക്ക് ചെയ്യാത്തല്ല, ഇന്ത്യൻ ഗവൺമെന്റ് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതേപോലുള്ള മോണമെന്റോ അല്ലെങ്കിൽ ഈ ഇന്ത്യൻ ആർക്കിടെക്ട് സംബന്ധമായിട്ടുള്ള ഒരു സ്ഥലത്തും ഈ ഗൂഗിൾ പേ എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഒന്നും മനസ്സിലാവുന്നില്ല.